പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ നന്ദിയുള്ള ഹൃദയത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന്റെ കരുണയ്ക്കായി, കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞോൻചാന്റെ കർത്താവേ, ഹല്ലേലൂയ, 3-ാം തലമുറയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവർക്ക് കൊടുത്ത സന്തോഷത്തിൽ ഞങ്ങൾ സഭയായി പങ്കുചേരുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവിൻ, അവരെ തടയരുത് എന്ന് ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. ആ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. മുനിച്ചനായ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ദാനം കൊടുത്ത 3 കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കും. എബേസും കുടുംബമായിരിക്കുന്ന സ്ഥലത്ത് ദൈവനെ അനുഗ്രഹിക്കണമേ. ബ്ലസനെയും അലിനെയും കർത്താവ് സഹായിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, ഒബേദിനെയും കർത്താവേ, ഹല്ലേലൂയ, വാത്സല്യ മകളെയും കുഞ്ഞിനെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ തേജസ്സിന്റെ ആത്മാവിനാൽ, കൃപകളാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് കൂടെ കർത്താവ് ഇരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇനി എത്തിച്ചേരാനുണ്ട്. അവരെ തക്ക സമയം കർത്താവ് കൂട്ടിവരുത്തിക്കാട്ട് ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാം ദൈവത്താൽ ഗൈഡ് ചെയ്യപ്പെടുവാൻ, ദൈവത്താൽ കർത്താവെ സാന്നിധ്യം അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. എത്ര നല്ലവൻ അവനന്ദൻ മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ അവനന്ദൻ മതിയായവൻ. സഭയായി ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരവസരം സ്വർഗത്തിൽ നിന്ന് നൽകി. ഔപചാരികമെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. നമ്മളെ ഓരോ ദിവസവും പരിപാലിക്കുന്ന സ്നേഹത്തിനും കൃപയ്ക്കും ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാത്സല്യ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണല്ലോ വാത്സല്യ കുഞ്ഞോനിച്ചാനും പ്രിയ അമ്മാമ്മയും. അവർക്ക് ദൈവദാനം കൊടുത്ത ബിന്ദുവാൻറ്റി, അതുപോലെ തന്നെ മോനിച്ചായൻ, അവരുടെ 3 മക്കൾ. ഈ സഭയ്ക്ക് ഏറ്റവും ബ്ലെസ്ഡായ ഒരു ഫാമിലിയാണല്ലോ. നമ്മൾ ഒരിക്കലും കഴിഞ്ഞ ദിവസങ്ങളൊന്നും ചിന്തിച്ചില്ല ഇങ്ങനെയൊരു കൂട്ടായ്മ നമുക്ക് ദൈവം തരുമെന്നുള്ള കാര്യം. കർത്താവ് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ പ്രവൃത്തിക്കോ അളക്കാനും ചിന്തിക്കാനും പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്നത്. തീർച്ചയായും ആ കുടുംബത്തിൻ്റെ സന്തോഷം, ദൈവം അവർക്ക് കൊടുത്ത ദാനം, വായിച്ചതുപോലെ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും. അവകാശമാണ്, പ്രതിഫലമാണ് ദൈവം നമുക്ക് തലമുറകളെ തരുന്നത്. ആ തലമുറ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മുഖവര പറഞ്ഞ് ഞാൻ എൻ്റെ സമയത്ത് ദീർഘമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാലാവസ്ഥ മഴ പെയ്തിട്ട് കുറേ ദിവസങ്ങളായി. ഇന്ന് നല്ല മഴ പെയ്യുന്നു. ആമേൻ. ഇന്ന് രാവിലെ കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം അവിടുത്തെ ഗീതം, സ്തോത്രം. എല്ലാം അവിടുത്തെ ഇഷ്ടം, സ്തോത്രം. ഇനി ഇന്ന് രാത്രി മഴ പെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ദൈവത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യേണ്ട, അത് പെയ്യട്ടെ. അത് കഴിയുമ്പോൾ ബാക്കി കാര്യം നമുക്ക് ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, പ്രിയ ജിബി സിസ്റ്ററിൻ്റെ ഫാദർ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവറുകൾ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷം ഉണ്ട്. നമ്മുടെ ജോയിച്ചാൻ ഉണ്ടോ? ജോയിച്ചാനല്ലേ ആയിരിക്കുന്നത്? സ്തോത്രം. ജോയിച്ചാനെ എനിക്ക് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കോവിഡ് കാലത്ത് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്.
കോവിഡിൻ്റെ ആ ബിഗിനിങ് ടൈമിൽ ഗ്രേസ് ടി വിയുടെ ആരംഭ സമയത്ത് മുതൽ ഗ്രേസ് ടി വിയുടെ ഓരോ പ്രോഗ്രാമുകളും വാച്ച് ചെയ്യുകയും അഭിപ്രായങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരച്ചായനാണ് ജോയിച്ചായൻ. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടുന്ന മെസ്സേജുകളും പോസ്റ്റുകളും ഒക്കെ NB ജോയി എന്ന് പറയുന്ന ഒരാൾ അത് ഷെയർ ചെയ്യും. ഞാൻ എന്തോ ഇട്ടാലും ഷെയർ ചെയ്യും. ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആകെ ഒന്ന് പരിശ്രമിച്ചു. എനിക്ക് പിടി കിട്ടിയില്ല. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അലീനയുടെ ഫാദറായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ അച്ചാനെയും അമ്മാമ്മയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പ്രിയ ഒബേദും പ്രിയ സിസ്റ്റർ ജിബിയും അവർ ദൈവസന്നിധിയിൽ തക്ക സമയമായപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവരുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ കരഞ്ഞു അവരുടെ കുടുംബജീവിതം നടക്കാൻ വേണ്ടി. ദൈവത്തിൻ്റെ ഗീതപ്രകാരം അവരെ രണ്ടുപേരെയും റാന്നിയിൽ നിന്നും ഇവിടെ നിന്നും കർത്താവ് കൂട്ടി യോജിപ്പിച്ചു. എന്നാൽ മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ലെന്ന് പണ്ട് ഒത്ത തുണയെ കുറിത്ത കർത്താവ് പിന്നീട് പറഞ്ഞ വാക്തത്വം രാവിലെ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി നിറയുവീൻ എന്ന് പറയുന്ന വാക്തത്വം, ആ വാക്തത്വ പ്രകാരം ദൈവം കൊടുത്ത ആ തലമുറ കഴിഞ്ഞ 2 വർഷം ആ പൈതലിനെ ദൈവം ആ രാജ്യത്ത് സൂക്ഷിച്ചു, ബാലാരിഷ്ടെന്നൊക്കെ വിടുവിച്ചു. ദൈവത്തിന് ഗീതം തോന്നി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അവിടെ നല്ലൊരു ചർച്ചയില്ലാഞ്ഞിട്ടല്ല, നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ആ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ സമർപ്പണം നടത്തുവാൻ അവരെടുത്ത തീരുമാനം. തീർച്ചയായും അത് നമ്മുടെ ചർച്ചിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇനിയും നന്മകളും അനുഗ്രഹങ്ങളും തലമുറകളും ആ കുടുംബത്തിൽ ദൈവം നൽകിക്കൊടുക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ എബ്രഹാം വർഗീസ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ കൃപ പ്രിയ കുഞ്ഞോൻചായൻ ശാരീരികമായ ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ രോഗാവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. എന്താകും അടുത്ത നിമിഷം, എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ എന്നുപോലും ചിന്തിച്ച നാളുകളുണ്ട്. എന്നാൽ ആ 3-ാം തലമുറയെ കാണാൻ ദൈവം അവസരം കൊടുത്തത് എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ കാണാൻ കഴിയുന്നു, അവൻ തലമുറയും തലമുറയുടെ തലമുറകളെയും കണ്ടു. സ്തോത്രം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. തലമുറയും തലമുറയുടെ നന്മകളെയും കാണുക, അത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതാ. തീർച്ചയായും പ്രിയ കുഞ്ഞോൻചാനും പ്രിയ അമ്മച്ചിക്കും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഈ തലമുറയിൽ അവരുടെ കൊച്ചു കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയിൽ ആരോഗ്യത്തോടു കൂടെ ഈ യോഗത്തിൽ കടന്നു വന്ന് സംബന്ധിച്ച് ശുശ്രൂഷയിൽ പങ്കുകൊള്ളാൻ കർത്താവ് പ്രിയ പിതാവിനെയും മാതാവിനെയും ദൈവം ബലപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതിനായി കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന എല്ലാ സഭാ വിശ്വാസികൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളാണല്ലോ. തീർച്ചയായും കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് രാത്രിയിൽ സഭയായി കടന്നു വന്ന് ചേർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് മഹത്വം പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. പാസ്റ്റർ എബ്രഹാം വർഗീസ് റൈറ്റ്, കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിനെ അപ്പച്ചൻ്റെ കയ്യിലേക്ക് തരികയാണ്. ഞങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് ദാനമായി നൽകി അവനെ 2 വർഷം കർത്താവ് പരിപാലിച്ചു. അവനെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ച് സമർപ്പിച്ച് അതിനെ തിരികെ വാങ്ങിക്കുന്ന ഈ മകൾ ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളെ ഒബേദിനെ ജിബിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കണേ. കഴിഞ്ഞ ദിവസം ദീർഘദൂരം യാത്ര ചെയ്ത് കർത്താവെ മണിക്കൂറുകൾ ഫ്ലൈറ്റ് യാത്ര ചെയ്ത് ഈ നാട്ടിൽ മാതാപിതാക്കളുടെയും സഭയുടെയും മുമ്പിൽ അവർ ആരോഗ്യത്തോടെ എത്തിച്ചേരാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അവർക്ക് കിട്ടിയതിനെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ദൈവം ഒരുക്കിയ നല്ല മനസ്സിനായി
ആ മകൾ ഭാഗ്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. തുടർന്നതായ ശുശ്രൂഷകൾ ദൈവത്താൽ അനുഗ്രഹമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആദ്യോടന്തം ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഇരിക്കണം. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാകട്ടെ, മഴ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ പ്രോഗ്രാം തീരുന്നിടം വരെ ഇനി മഴ പെയ്യാൻ ദൈവം അനുവദിക്കല്ലേ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും സ്വർഗത്തിലെ ദൈവം ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ടെസ്റ്റ് മണിക്കുള്ള സമയമാണ്. ഈ സമയത്ത് ഒബേദിൻ്റെ വല്യപ്പച്ചന്, വല്യമ്മച്ചി, അതുപോലെ തന്നെ വാത്സല്യ മോനച്ചാന്, അമ്മാമ്മ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിങ്ങൾക്ക് ദൈവം തന്ന ഉപകാരങ്ങളെക്കുറിച്ച്, ദൈവം ചെയ്ത വിശ്വസ്തതകളെക്കുറിച്ച് ഒരു വാക്ക് പറയാനുള്ള സമയമുണ്ട്. സോറി, വിട്ടുപോയി. നമ്മുടെ മോനിച്ചാൻ്റെ അമ്മച്ചി അല്ലേ, മോനിച്ചാൻ്റെ അമ്മച്ചി നമ്മുടെ കൂടെ ഇന്ന് രാത്രിയിലുണ്ട്. കർത്താവിൻ്റെ ദാസയെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വാർദ്ധക്യത്തിലും തൻ്റെ കുഞ്ഞിൻ്റെ ആ പ്രതിഷ്ഠയിൽ സംബന്ധിപ്പാൻ കർത്താവ് കൊടുത്ത നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാം കൊണ്ടും മനോഹരമായ ഒരു രാത്രി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെ അർത്ഥം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നാ. യേശു വന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഈ സന്തോഷം. യേശുവില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ നമുക്ക് വന്നിരിക്കാൻ പറ്റില്ലായിരുന്നു. യേശു നമ്മുടെ ഹൃദയത്തിൽ വാണതുകൊണ്ടാണ്, യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ഈ രാത്രിയിൽ ഈ ഈവൻറ്റിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരം നൽകിയത്. ഭവനത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ ദാസന്മാർ 2 പേരുണ്ട്. അവർക്കും ഓരോ വാക്കിൽ ആമേൻ പറയാനുള്ള സമയമുണ്ട്. കർത്താവിൻ്റെ ദാസൻ ജിബിയുടെ പിതാവ്, കർത്താവിൻ്റെ ദാസൻ തോമസ് ഫിലിപ്പ് അവറുകൾ, പ്രിയ ജിബിയുടെ അങ്കിള് പാസ്റ്റർ എബ്രഹാം വർഗീസ്, അവർക്കും അവസാനമായി 2 വാക്ക് സംസാരിക്കാം. അലീനയുടെ പപ്പയുണ്ട്, ജോയിച്ചാനും 2 വാക്ക് സംസാരിക്കാം. ആമേൻ. ദീർഘമാക്കാതെ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക. ഒത്തിരി ദീർഘമായാൽ നമ്മുടെ പ്രോഗ്രാം മുമ്പോട്ട് കടന്നു പോകും. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ മാത്രം ഒന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. അതിന് ശേഷമായിട്ട് ആമേൻ നമ്മുടെ വാത്സല്യ ഈ ടാബർനാക്കൽ ചർച്ചിൻ്റെ ആമേൻ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ നമ്മുടെ 2 വാക്ക് ഗ്രീറ്റിംഗ്സ് ആയിട്ട് സംസാരിക്കും. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മൈക്ക് കൊടുക്കുമോനെ. അന്ന് ഇതുപോലെയുള്ള സാഹചര്യം ഒന്നുമില്ലെങ്കിലും വാഹന സൗകര്യമൊക്കെ കുറവാണെങ്കിലും കുഞ്ഞുങ്ങളുമായി യോഗസ്ഥലത്തേക്ക് ഈ അഞ്ചേരിക്കൊക്കെ ഞങ്ങൾ നടന്നുപോയി. ബിന്ദുവും സിന്ധുവും കൊച്ചുമനുമായിട്ട് യോഗത്തിന് പോയ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇരുന്ന് ഓർക്കുകയാണ്. ഒന്നും നഷ്ടമല്ല. ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ്. അന്ന് ദൈവത്തെ മാത്രം മുന്നോട്ട് നോക്കിക്കൊണ്ടല്ലാതെ വേറെ ഒരു സാഹചര്യത്തെയും നോക്കിയല്ല. ചർച്ചക്കാരും സ്വന്തക്കാരും ഒക്കെയും പള്ളി വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുത്തിയപ്പോഴും ഒന്നും വകവെക്കാതെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് അടഞ്ഞപ്പെട്ട കല്ലറയുടെ പുറകെ നമ്മൾ പോകുന്ന സ്വഭാവത്തിൽ നിന്ന് വിട്ട് ഇന്നും കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഞാൻ കണ്ടു അടയ്ക്കപ്പെട്ട കല്ലറയുടെ ഭാഗത്തേക്ക് ജനങ്ങൾ പോകുന്നു. പക്ഷെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കല്ലറ അവനിവിടെ ഇല്ല. അവനെ വെച്ച സ്ഥലം കാണുക. യേശു ഉയർത്തെഴുന്നേറ്റു. 40 ദിവസത്തോളം നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു, സ്വർഗാരോഹണം ചെയ്തു. ആ യേശു പറയുകയാണ്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആരെയെ നോക്കി നിൽക്കുന്നു? അവൻ പോയതുപോലെ മടങ്ങി വരും. ആ മടങ്ങി വരുന്ന യേശുവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ആ കാഴ്ച നമുക്ക് ദൈവം മനസ്സിൽ തന്നത് അത്ര വലിയൊരു സത്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് എൻ്റെ യേശുവിൻ്റെ തിരുവായ്മൊഴി ഞരളിച്ചെന്ന വചനം നമുക്ക് ബലമായി തീർന്നതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവൻ്റെ നാമത്തെ ഉയർത്തുവാനും പാടുവാനും ആരാധിപ്പാനും പ്രാർത്ഥനയൊക്കെയും ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ വാഴ്ത്തുന്നു. എല്ലാ തിങ്കളാഴ്ച ദിവസവും രാവിലെ 6 മണിക്ക് എൻ്റെ ചെറിയ ഭവനത്തിൽ നടത്തിയ ആരാധന, പ്രാർത്ഥന, യോഗം, അനേകർ വന്ന് പ്രസംഗിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. ഒന്നും നഷ്ടമായിട്ടില്ല. ഇതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആരും നിരാശരാകരുത്. പ്രത്യാശ കൊണ്ട് നമ്മൾ നിറയണം. ആ വാഗ്ദത്തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. ലോകത്തിൽ നിങ്ങൾക്ക് ചില കഷ്ടങ്ങളൊക്കെ വന്നാലും ഞാൻ ജയിച്ചവനാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് നൽകിയിരിക്കുക. ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും ആ കാലത്ത് ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ രക്ഷ മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ ദൈവം സഹായിച്ചു. അവരെ ഹല്ലേലൂയ ന്യായമായ വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ ദൈവം ഇടയാക്കി. എന്നാലും ഹല്ലേലൂയ ആത്മീയമായ വിഷയത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആത്മാവി പ്രാർത്ഥിപ്പാനും പാടുവാനും ആരാധിപ്പാനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ബലം അന്ന് കൊടുത്തു. 2ാമത്തെ മോളും ദൈവസന്നിധി വിശ്വസ്തയായി ജീവിക്കുന്നു.
ഞാൻ അതിനെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മോൻ്റെ വിവരം നിങ്ങൾക്കറിയാം. ആ വേർപാടിൻ്റെ ദുഃഖം എനിക്കുണ്ടെങ്കിലും പാസ്റ്റർ പറഞ്ഞ പോലെ നിത്യതയിൽ ചേർന്നിരിക്കുന്നു. അവനെവിടോടുള്ള സാക്ഷ്യം ദേശത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം നമ്മെ ഇന്നും നടത്തുന്നു. നമ്മുടെ നാട്, നമ്മുടെ വീട് ഇവിടെയല്ല, നമുക്കൊരു നിത്യതയുണ്ട്. അത് ഓർക്കുമ്പോൾ ഇതെല്ലാം താൽക്കാലികമെന്ന് കണ്ടുകൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം, സമർപ്പണത്തോടെ പോകുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിനും തോന്നാത്തവണ്ണം നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഈ പരമാർത്ഥത അനേകരുടെ ഇടയിൽ പറയുവാനൊക്കെയും ഞങ്ങൾക്ക് ഇടയാക്കി. ആ കാലത്തൊക്കെയും സുവിശേഷത്തിന് വേണ്ടി പല ഗ്രാമപ്രദേശങ്ങളിലൊക്കെയും പോകാനൊക്കെയും ദൈവം സഹായിച്ചു. ഇതെല്ലാം നന്മയ്ക്കായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ അവിശ്വാസികളാകാതെ വിശ്വാസത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം സഹായിക്കും. നമ്മുടെ സഭയൊക്കെയും ഉണ്ടാകുന്നില്ലാഞ്ഞ കാലത്ത് തന്നെ ഈ വിശ്വാസത്തിൽ വരുവാനും പിന്നെ സഭയൊക്കെ ഞങ്ങൾ ഈ തരത്തിലൊക്കെയും ആക്കുവാൻ ദൈവം ഇടയാക്കും. ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. കുഞ്ഞവറച്ചായൻ്റെ ആ താല്പര്യമെല്ലാം തൻ്റെ മനസ്സ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, അമ്മച്ചിയാണ് ഞങ്ങളെ ആ വഴി നടത്തിയത്. അമ്മച്ചിയെ എനിക്ക് ഓർക്കാതിരിക്കാൻ ഒക്കത്തില്ല. അമ്മച്ചി എന്നെ വീട്ടിൽ വന്ന് സുവിശേഷം പറയുകയും ആ നാളുകളിലൊക്കെയും ത്യാഗത്തോടെ നല്ല മനസ്സോടെ ഞങ്ങളെയൊക്കെയും സ്വീകരിച്ച ആ ഭവനത്തിലേക്ക് സ്വീകരിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. നന്ദിയുള്ളവനായി എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നന്ന എല്ലാ വഴികളെയും ഓർത്ത് നന്ദി കരയേറ്റുന്നു. ഈ സമയം വിശേഷാൽ ഈ കുഞ്ഞിൻ്റെ ഈ സമർപ്പണ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നല്ലോ. കഴിഞ്ഞ 2 വർഷക്കാലമായി ഞാൻ വളരെ ക്ഷീണിതനാണ്, എങ്കിലും ജീവൻ തന്നു. കുഞ്ഞിൻ്റെ ഈ സമർപ്പണത്തിലും സംബന്ധിപ്പാൻ ദൈവം എന്നെ ഒരുക്കി ഭാഗ്യത്തിനായി ഞാൻ വാഴ്ത്തുന്നു. എത്ര സ്തുതിച്ചാലും പോരാ, നന്ദി പറഞ്ഞാലും പോരാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. അതിലുപരിയായി ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. ഇത് താൽക്കാലികമാണ്, നിത്യതയുണ്ട് എന്നതോർക്കുമ്പോൾ ആ പ്രത്യാശ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയണം. തിരുനാമഹത്വത്തിനായി എല്ലാം ചെയ്യണം. യേശു പറഞ്ഞ, യേശുവിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധിയിൽ വയ്ക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നമുക്ക് ആദാം മൂലമുണ്ടായ ലംഘനമാണ് നമ്മുടെ മരണത്തിന് കാരണം. എന്നാൽ യേശു ക്രിസ്തു ആ മരണത്തെ പരിഹരിപ്പാൻ തക്കവണ്ണം ക്രൂശിന്മേൽ യാഗമായത് നമ്മളെല്ലാവർക്കും അറിയാം. ആ യാഗത്തെ ഓർക്കുമ്പോൾ ജീവിക്കുന്ന യേശു ഉള്ളതുകൊണ്ട് ആ നിത്യജീവനായി നമുക്ക് ഒരുക്കിയിരിക്കിയാൽ ആ വിശ്വാസം നമ്മൾ ഉറപ്പായി തീരട്ടെ. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു സമർത്ഥമായ ജീവിതം നമുക്കുണ്ടാകണം. നിരാശയല്ല, പ്രത്യാശ കൊണ്ട് നമ്മൾ നിറയണം. ആത്മാവിൽ സന്തോഷിക്കണം. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അടിയങ്ങൾക്ക് ഭവനത്തിനും വേണ്ടി നിങ്ങളുടെയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് നന്ദി കരയേറ്റുന്നു. അതിനായി ദൈവം ഒരുക്കിയ ഇത്രത്തോളം സൗകര്യം കുഞ്ഞ് വന്നതിന് ശേഷമുണ്ടായ ഒരുക്കമാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ ചിന്തിച്ചില്ല. വെള്ളിയാഴ്ചയാണ് കടന്നു വന്നത്. അന്നേരം പെട്ടെന്നുണ്ടായ ഒരു ഒരുക്കമാണിത്. എന്നാൽ ഇത്രത്തോളം ദൈവം ഒരുക്കിയല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുനാമത്വത്തിനായി തീരണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കേൾക്കുമാറാകണമേ. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്ര ശ്രേഷ്ഠ പദവി നിങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഈ കുഞ്ഞായിരുന്നപ്പോൾ, ഈ 3 കുഞ്ഞുങ്ങളും തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പല രീതിയിൽ ഞങ്ങൾക്ക് ഭാരപ്പെട്ട ദിവസങ്ങളുണ്ടായി. ആ ഭാരപ്പെട്ട ദിവസങ്ങളിലെല്ലാം എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ കഷ്ടത ഞങ്ങൾക്ക് തന്നു എന്തിനാന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഒരു ബൈബിൾ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അപ്പം ഞങ്ങളുടെ പിള്ളേർ 3 പേരും എൻ്റെയും ബിന്ദുവിൻ്റെയും അപ്പച്ചൻ്റെയും മോൻസിൻ്റെയും എടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഞാൻ ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എന്നോട് എൻ്റെ ദൈവാത്മാവ് അറിയിച്ചതാണ്, നിൻ്റെ മക്കളുടെ മക്കളെ അനുഗ്രഹിക്കാമെന്ന് എനിക്കൊരു വാഗ്ദത്തം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ആ വാഗ്ദത്തത്തെ ഓർത്ത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ മക്കളെ തന്നെയല്ല എൻ്റെ മക്കളുടെ മക്കളെയും അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെന്നു. ഇത്ര നല്ല ശ്രേഷ്ഠ പദവി എനിക്ക് എൻ്റെ കർത്താവത്തിന് ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ സമർപ്പണ പ്രാർത്ഥനയിൽ എനിക്കും പങ്കുകൊള്ളുവാൻ തക്കണം കർത്താവ് എനിക്ക് അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നുള്ളൂ. ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കടന്നു നിന്ന് എല്ലാവർക്കും
ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് തന്ന പൈതലിനെ ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഇങ്ങനെയൊരു മുഖാന്തരം ഒരുക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കൾ യഹോവ തരുന്ന ദാനമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ ഓബേദിനെയും ജിബിയെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കും കർത്താവ് പൈതലിനെ വളർത്തുവാൻ ആവശ്യമായ ദൈവകൃപ അവരുടെ മേൽ പകരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എല്ലാ നന്മകളാലും ദൈവം അവരെ നിറയ്ക്കട്ടെ. പത്യോപദേശത്തിൽ കുഞ്ഞിനെ വളർത്തുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലുള്ളൂ. ഇന്ന് സന്ധ്യാകാലം ഇത്രത്തോളം പേർക്ക് അടിങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞിനെ കർത്താവിൻ്റെ സന്നിധി സമർപ്പിപ്പാൻ തക്കണം ദൈവമായ കർത്താവ് അടിങ്ങൾക്ക് ഒരു അവസരം തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതൊന്നും ഞങ്ങൾ ഉടനെ നടക്കുമെന്ന് ചിന്തിച്ചതല്ല, എന്നാലേ എല്ലാം ദൈവത്തിൻ്റെ നിർണയപ്രകാരമായിരുന്നു ഞങ്ങൾ അറിയുന്നു. പെട്ടെന്നാണ് അവർ കടന്നു വരുവാനിടയായത്. അങ്ങനെ കുഞ്ഞിനെ ഇന്ന് രാത്രികാലം ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ കടന്നു വന്ന എല്ലാവർക്കോട് നന്ദി പറയുകയാണ്. ദൈവദാസന്മാരും അതുപോലെ ജിബിയുടെ പപ്പായും മമ്മിയും അങ്കിളും ആൻറ്റിയും അതുപോലെ അലീനയുടെ മാതാപിതാക്കളും സഹോദരനും അതുപോലെ ഞങ്ങളുടെ അമ്മയും കടന്നു വരുവാൻ ദൈവം സഹായിച്ചനായി സ്തോത്രം. സഭയായി കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിരിക്കുന്നു. ഈ ദൈവസഭയിലെ പകുതി പേർക്കും എന്നെ അറിയാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പല കൂട്ടായ്മയും കടന്നു വന്നിട്ടുണ്ട്. വിവാസനമായിട്ട് നമ്മൾ പരിചയമായിട്ടില്ലെങ്കിൽ തന്നെയും നമ്മളെല്ലാവരും പരിചയമുള്ളവരാണ്. ഞാൻ കോലഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. IP സർജനാണ് ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്നത്. കർത്താവ് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ആകസ്മികമായിട്ടാണ് ഇവിടെ വരാൻ ഇടയാക്കിയതെങ്കിലും കർത്താവിൻ്റെ കൃപയ്ക്കായി കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ദിവസം പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഇത് തന്നെ ഇവിടെ ഇവിടെ ഓബേദിനും ഇവിടെ വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ഓബേദിനും ജിബിക്കും പൈതലിനെ പത്യം നടത്തുവാനും കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താണിരിക്കുന്നു. പ്രൈസിലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നിവിടെ കടന്നു വരുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്കിലും എൻ്റെ മകൾ ജിബി, മകൻ ഓബേദ്, അവർക്ക് ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനെ ഇന്ന് പകൽ ഈ രാത്രികാലം ദൈവസന്നിധി സമർപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കിയ ഭാഗ്യ പദവി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വന്നു കൂടപ്പെട്ട എല്ലാവർക്കും, വിശേഷാൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനും കുടുംബത്തിനും വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ അളിയനാണ് എബ്രഹാം വർഗീസ്. അവരും കുടുംബമായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചില്ല. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ദൈവസന്നിധി സന്തോഷിക്കുക എന്ന് പറയുന്നത് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്താം. സങ്കീർത്തനത്തിൽ നമ്മൾ വാക്യം പ്രതിവാക്യമായി വായിച്ചു. 3-ാം വാക്യത്തിൽ പറഞ്ഞില്ല, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവിടുത്തെ പ്രതിഫലമാണ്. ദൈവത്തിൻ്റെ ആ പ്രതിഫലവുമായി ആലയത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. ഇതൊരിക്കലും ഞങ്ങളോ ഓബേദോ കുടുംബമോ ആരും ഇത് ചിന്തിച്ചതല്ല ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തക്ക സമയത്ത് ദൈവം അതിനുള്ള അവസരങ്ങൾ ഒരുക്കി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് തക്ക സമയത്താണ് ദൈവം മറുപടി നൽകുന്നത്. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം 2023 ഫെബ്രുവരി 12-ാം തീയതി നിശ്ചയിച്ചു. 13-ാം തീയതി കല്യാണം. 23-ാം തീയതി മകൾ UK കടന്നു പോകാനിടയായി. ഓബേദ് മെയ് മാസം 10-ാം തീയതിയും കടന്നുപോയി. അവരവിടെ അനുഗ്രഹമായി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ജീവിതത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ഏറ്റവും വലിയ ദൈവത്തോട് നന്ദി പറയാനുള്ള അവസരമാണ്. ഈ ഹന്നെ എൽഖാനെ എബ്രി മലനാട്ടിൽ നിന്ന് ശീലോവിലേക്ക് ആ പുരോഹിതൻ്റെ അടുക്കൽ ശോമേലിനെ സമർപ്പിക്കാനായി കൊണ്ടുവന്നു. സമർപ്പിച്ചു. ശോമേൽ ജീവപര്യന്തം ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു പോകുന്നു എന്ന് നമ്മൾ വചനം വായിക്കുന്നു. അതുപോലെ ഇന്ന് പകൽക്കാലം ഈ കുഞ്ഞിനെ ഇവിടെ സമർപ്പിച്ച ശേഷം മാതാപിതാക്കൾ തിരികെ വാങ്ങുകയാണ്. അവർ അതിനെ നല്ല പത്യോപദേശത്തിലും ദൈവത്തിനോ കൊള്ളാവുന്നവനായി വളർത്തിയെടുത്ത് കർത്താവിനൊരു അവകാശമാക്കി തീർക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ദൈവം തരുന്ന ഓരോ അവസരങ്ങൾ നാം ദൈവത്തോടെ നന്ദി പറയുന്നു. നന്ദിക്കായിട്ട് നമ്മളിവിടെ ആലയത്തിൽ കടന്നു വന്നു. കുഞ്ഞിനെ അല്പനിമിഷം കഴിയുമ്പോൾ ദൈവസന്നിധി സമർപ്പിക്കും. അതിൻ്റെ ശുശ്രൂഷകൾ ദൈവദാസൻ ചെയ്തെടുക്കും. അതുപോലെ ഇന്ന് ഈ രാത്രികാലം അമീ സ്തോത്രൻ്റെ മൂത്ത മകൻ ഗുജറാത്തിൽ സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മകൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കണമെന്ന് ഓർപ്പിക്കാനായിട്ടിടയായി. അതും ഞാൻ ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ മകൻ കുടുംബമായിട്ട് അബുദാബിയിലാണ്. അവനെ നാമത്തിലുള്ള സ്നേഹ നന്ദി അറിയിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള നന്ദിയും
അറിയിച്ചുകൊണ്ട് ഞാൻ ദിവസം ഇരിക്കുന്നു. സമയം അനുവദിച്ച ദേവദാസിനെ നന്ദി അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട പാസ് ആമേ, ഞങ്ങളുടെ പ്രിയ ഓബേദിൻ്റെ ഭവനത്തിലുള്ള വാത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഈ സഭയിലായിരിക്കുന്ന ദൈവജനം, എനിക്ക് മുമ്പ് ആശംസ അറിയിച്ച പ്രിയ മാത്തുക്കുട്ടിച്ചാൻ, എല്ലാവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു, നാം ഒത്തിരി ധന്യരാ ദൈവമക്കളെ. ഞാനൊരു 2 സംഭവം ഈ കുഞ്ഞുങ്ങളെയൊക്കെ പ്രതിഷ്ഠിക്കുന്ന കാര്യം ഞാൻ ഓർക്കും. ഒന്ന്, ലേവ്യ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 1 മാസം പ്രായമായ ആണുങ്ങൾ. അപ്പോൾ ആ ലേവിയുടെ തലമുറയ്ക്കുള്ള ആ വില എത്രത്തോളം, 1 മാസം പ്രായം ഒരു ആൺകുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ കുഞ്ഞൊന്നും തിരിച്ചറിയാറായിട്ടില്ല. എന്നാൽ തിരുവെഴുത്ത് നമ്മൾ വായിക്കുകയാണ് 1 മാസം പ്രായമായ ആണുങ്ങൾ. അത്ര വിലയാണ് കുഞ്ഞുങ്ങൾക്കാണ്. ഞാൻ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരിക്കൽ പന്തളത്ത് NSS കോളേജിലുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ നായരാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി. അപ്പോൾ ഒരു കുഞ്ഞ് 7 വയസ്സ് 8 വയസ്സായിട്ടും ഒരക്ഷരം പോലും പഠിപ്പിക്കാൻ വിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞാൽ എത്ര ധന്യതയുള്ളതാണ്. ഒരു കാലത്ത് വെളുപ്പിന് എഴുന്നേറ്റ് പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങൾ വേർപെട്ട ആരാധനയിൽ വന്നിട്ട് അധികം കാലങ്ങളായില്ല, പക്ഷെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പൈതൃകമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ഈ ബാലശിക്ഷയിലും പദ്യോപദേശം വളർത്തുക എന്ന് പറയുന്നത് എത്ര ധന്യതയാണ്. ഞാൻ ഒരു ഷോർട്ടായിട്ട് ഒരു കാര്യം കൂടെ ഓർമ്മ. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു മനോജ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി എന്നോട് ചോദിച്ചു, വേറൊരു വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമോ, കാരണം ആ സഭയെ 2 പേര് വലിയ ഭിന്നതയില്ല, ഒന്ന് രമ്യമാക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. ഞാൻ ആ വീട്ടിൽ പോയി, അവിടെ ചെന്നു, ഞാൻ കിടന്നു. അപ്പോൾ ഹിന്ദുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് വിശ്വാസത്തിൽ വന്നേ? ഇദ്ദേഹം പറഞ്ഞു കേട്ട് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. മക്കൾ തിരുവനന്തപുരത്തു നിന്ന് അവർ ഹിന്ദു, അപ്പനൊരു പൂജാരിയാണ്, അവർക്കൊരു കോവിലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം വിശ്വാസി വന്നു, സത്യനേശൻ പാസ്റ്ററുടെ ബാക്കി വിശ്വാസത്തിൽ വന്നു. വിശ്വാസം ഈ കോവിൽ ഇടിച്ചു കളയാൻ ആരും നോക്കിയിട്ട് നടക്കത്തില്ല. അപ്പോൾ ഒരു ദീർഘം ഒരു ഉപവാസം കഴിഞ്ഞിട്ട് ഇത് ഇടിച്ചു കളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങടെ മേലെ ഈ പിശാച് കയറിയിട്ട് അവരതുപോലെ ഒരു കോവിൽ പണിത് അതിനകത്ത് കയറി ഇരിപ്പുണ്ട്. ഞാനതൊക്കെ പോയി കണ്ടു തിരുവനന്തപുരത്ത്. പ്രിയ ദൈവമക്കളെ, അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം, ഈ കൊച്ചു പ്രായത്തിൽ അന്ന് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ ദൈവദിനമൊക്കെ പഠിച്ചു. പക്ഷേങ്കിൽ എന്തോ പാരമ്പര്യ ബന്ധനമോ എന്തുമാട്ടെ, തിരുവനന്തപുരത്ത് നിന്ന് ബസ് കയറി ഒരു പോയി വയനാട്ടിൽ ചെന്നിറങ്ങി. അവിടെ ചെന്ന് വിവാഹം കഴിച്ചു. അപ്പോൾ വിവാഹം കഴിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. പക്ഷേ അവരോടൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇതിനൊന്നും വരത്തില്ല, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ആ മാതൃകയെ മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ്? എന്നെ പറഞ്ഞു, അന്ന് പഠിച്ച ദൈവദിനം എൻ്റെ ഉള്ളത്തിൽ അതുപോലെ കിടന്നു, എനിക്കൊരിക്കലും മറക്കാൻ. ഞാൻ ഓർത്ത്, പ്രിയതമേ, കെടുന്ന ബീജമല്ല, കെടാത്ത ജീവൻ നൽകുന്ന നിലനിൽക്കുന്ന ദൈവവചനം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഉള്ളത്തിൽ പകരുക എന്ന്. ഒരുപക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞൊക്കെ പറയിപ്പിക്കുമായിരിക്കാം. എന്തുമാട്ടെ, ആ മേഖലയിലെ ഈ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലൊക്കെ വളർത്തുവാൻ ദൈവം കൃപ തരട്ടെ. ഞാൻ സമയത്തെ ഞാൻ മാനിക്കുന്നു. ആ മേഖലയിലെ ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട ഭാസത്തേക്ക് സംസാരിച്ചത് റാന്നിക്കാരാന്ന് അറിയുന്നത്. ആ മേഖലയിലെ ഇവിടെ മുമ്പ് ശുശ്രൂഷിച്ച ചാക്കോൻ സ്കറിയ എന്നെ വവി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പുതുപ്പുറം ഇവരുടെ വിവാഹത്തിനുണ്ടായിരുന്ന മാത്തുക്കുട്ടിച്ചാൽ PG മാത്യു, ഞങ്ങളുടെ കുടുംബ ബന്ധുവാണ്. ആ മേഖല ഇങ്ങനെ പല കാര്യങ്ങൾ ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഓർക്കാനിടയായി. ആ മേഖലയിൽ കൂടി വന്ന എല്ലാവരോടും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവൻ്റെ വളർച്ചയിലൊക്കെ ഇപ്പം നിർബന്ധമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ വളർച്ചയിൽ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടമുറി രഹബോത്ത് അസംബ്ലീസുകൂടെ സഭയുടെ പേരിലുള്ള എല്ലാ പ്രത്യാശകളും സന്തോഷവും രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നല്ല സന്തോഷ ദിവസമാണ്. 2 പിള്ളേർ നമ്മുടെ ചർച്ചിൽ പേരൻസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഡെഡിക്കേഷൻ ഒബൈദിനും ഇന്ന് ഒബൈദിനും വൈഫിനും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ മൈ കൺഗ്രാറ്റുലേഷൻസ് ടു യു. യു ആർ ഗോയിങ് ടു ഇനി അടുത്ത കാലങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് പോവുക. യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളും ജീവിക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓരോ പടി ചെല്ലുമ്പം ഇന്ന് നമ്മൾ ഞായറാഴ്ച കേട്ട പോലെ ലെറ്റ് ഗോഡ്സ് വിൽ ബി ഡൺ. കർത്താവിൻ്റെ ആ വില്ല് ആ പിള്ളേരുടെ മേലുണ്ടാകട്ടെ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡെസിഷൻ ദാറ്റ് നിങ്ങളുടെ ഫെയ്ത്ത് ദാറ്റ് യു ടുക്ക് ഇവിടെ വരാൻ, കൊച്ചിനെ പ്രതിഷ്ഠിക്കാനായിട്ട്
നിങ്ങൾ അത്രയും ദൂരെ നിന്ന് കടന്നു വന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾക്കൊരു ഓണറാണ് അത്. കുഞ്ഞുവാഞ്ചായൻ്റെ ഗ്രാൻഡ് ചൈൽഡിനെ കാണാനായിട്ട് കുഞ്ഞുവാഞ്ചായനും അതൊരു വലിയൊരു ഭാഗ്യം. എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യ കുഞ്ഞുവാഞ്ചായന് കിട്ടിയത്. മൈ ഗ്രീറ്റിംഗ്സ് ഈ ഉബൈദിനും വൈഫിനും. മേ ഗോഡ് ഗിവ് യു ദ കറേജ്, സ്ട്രെങ്ത്, happiness, and may your child have good health, joy, and may he prosper his soul in the Lord. നിങ്ങൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ സോൾ വിൽ പ്രോസ്പർ ഇൻ ക്രൈസ്റ്റ്. ആ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ബ്ലെസ്സിങ്സിൻ്റെയും ലാക്ക് വരത്തില്ല. എന്നാന്ന് ചോദിച്ചാൽ ഓൾ ദ ബ്ലെസ്സിങ്, എല്ലാ ബ്ലെസ്സിങ്സും അത് ഫോളോ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ട് മനസ്സിലാക്കും. ഞാൻ ഐ ബ്ലെസ് ദിസ് ഫാമിലി വിത്ത് ഓൾ ഗുഡ് ജോയ്, ഹാപ്പിനെസ്, ഹെൽത്ത് ആൻഡ് പ്രോസ്പാരിറ്റി. മേ ഗോഡ് ബ്ലെസ് യു. ശിശുക്കളെ, എൻ്റെ അടുക്കൽ വരുവീൻ, അവരെ തടയരുത്, ഇങ്ങനെയുള്ളവരുടെ ആകുന്നു ദൈവരാജ്യം എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശു കർത്താവ് ശിശുക്കളെ ഏറ്റവും അധികം സ്നേഹിച്ചു എന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശുവിൻ്റെ അടുക്കൽ കുറേ മാതാപിതാക്കൾ കുറേ കുഞ്ഞുങ്ങളുമായി കടന്നു വരുമ്പോൾ ആധികാരികമായ വിഷയം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പർപ്പസിനെക്കുറിച്ച് യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ, ഈ മാതാപിതാക്കൾ അവരെ കൊണ്ടുവന്നിട്ട് ബ്ലെസ് ചെയ്യാൻ വേണ്ടി, ഒന്ന് തൊടാൻ വേണം, ടച്ച് ചെയ്യാൻ, യേശു ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി അവർ തിക്കും തിരക്കും കാട്ടുമ്പോൾ ശിഷ്യന്മാർ അവരെ വിലക്കുകയാണ്. എന്നാൽ യേശു അത് കണ്ടിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ അവരെ തടുക്കരുത്, അങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് കടക്കാനായിട്ട് കഴിയുകയില്ല. ദൈവം തരുന്ന ദാനം, ദൈവം തരുന്ന പ്രതിഫലം, ദൈവത്തിൻ്റെ സമ്മാനം, ഗിഫ്റ്റ് ആണ് നമുക്ക് തരുന്ന കുഞ്ഞുങ്ങൾ. അവരെ പത്യോപദേശത്തിൽ വളർത്തുക, അവരെ ദൈവകൃപയിൽ നിലർത്തുക, അവരെ പേരൻസിൻ്റെ കയ്യിൽ കിട്ടുന്ന സമയം വരെ യേശുവുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഈ ചെറുപ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അവരുടെ ഭാവി കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. ഞാൻ പകല് അനീഷിൻ്റെ കുഞ്ഞിൻ്റെ ആ പ്രതിഷ്ഠ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചത്, ഇപ്പോൾ നമ്മൾ എന്ത് ഓതി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നോ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്ത് നമ്മൾ പഠിപ്പിക്കുന്നുവോ അതായിരിക്കും അവരുടെ ഫ്യൂച്ചറിൽ അത് തെളിഞ്ഞു വരുന്നത്. നമ്മൾ ABCD പഠിപ്പിക്കാറുണ്ട്, ആയി പഠിപ്പിക്കാറുണ്ട്, അതുമാത്രമല്ല നമ്മൾ ഡ്രോയിങ് പഠിപ്പിക്കാറുണ്ട്, നമ്മൾ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാറുണ്ട്, നല്ല കൾച്ചറിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ചെറുപ്രായത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന. കുറച്ചുകൂടെ വളർന്നിട്ട് നമുക്ക് അക്ഷരം പഠിപ്പിക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കൾച്ചർ കൊടുക്കാം എന്ന് ചിന്തിക്കുന്നെങ്കിൽ ആ കുഞ്ഞൊരിക്കലും ശാശ്വതമായ ഒരു ജീവിതം ഉണ്ടാകുകയില്ല. ആ നല്ല പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ. അതുകൊണ്ട് ആ സമയത്ത് കൊടുക്കുന്ന ഉപദേശം അവർ എവിടെയായാലും, ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ഹോസ്റ്റലിലായാലും കോളേജിലായാലും പേരൻസിനെ വിട്ട് മറ്റേതെങ്കിലും സ്റ്റേറ്റിലോ കൺട്രിയിലോ ആയാലും അവിടെ അവർ മാതൃകപരമായി നിൽക്കണമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന പ്രതീക്ഷയും പ്രത്യാശയും വചനവും നമ്മൾ കൊടുക്കുമ്പോഴാണ് അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രിയ ഒബേദിനെയും ജിബിയെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞിനെ ദൈവം ധാരാളം നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ സഭയായി ദൈവസന്നിധിയിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവം തൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും, വിടുവിക്കും എന്നതിൽ യാതൊരു മാറ്റവുമില്ല. മാതാപിതാക്കൾ അറിഞ്ഞ സത്യം വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഇങ്ങനെ കാണുന്ന യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, അവർ തെറ്റിപ്പോകുമോ എന്നറിഞ്ഞ് അത് വിചാരിച്ചുകൊണ്ട് പിതാവ് ഇയ്യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിക്കും എന്നല്ല, ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച എന്നല്ല, ശബത്ത് ദിവസം എന്നല്ല, എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. 3-ാമത്തെ വാക്യം സിസ്റ്റർ എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചു വിട്ടെ. 3-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് 3-ാമത്തെ വാക്യം, 1-ാമത്തെ 3-ാം വാക്യം 3000 അതാണോ? ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം, അതെത്ര 4-ാം വാക്യം.
അവൻ്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷണം പാനം ചെയ്യുവാൻ പതിവായിരുന്നു. അടുത്തത് എന്നാൽ വിരുന്നുകാലത്തിൻ്റെ വട്ടം തികയുമ്പോൾ ഇയ്യോബിൻ്റെ സ്വഭാവം നോക്കിക്കേ. തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളെ അയച്ച് അവരെ എന്ത് ചെയ്തു? വരുത്തിയിട്ട് എന്താ ചെയ്തത്? ശുദ്ധീകരിച്ചു. രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇയ്യോബ്, ആ പദം നിങ്ങൾ കണ്ടോ? ഇങ്ങനെ ഒന്ന് പറയാമോ? ഇങ്ങനെ ഇയ്യോബ് എപ്പോഴും ചെയ്തു. എല്ലാം ഇപ്പോഴും ചെയ്തു പോന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുക. അപ്പൻ്റെ ആ തീഷ്ണത നോക്കിക്കുക. ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് 10 കുഞ്ഞുങ്ങൾ അവനുണ്ട്. ആ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള തീഷ്ണത, വീട് വെച്ച് കൊടുക്കുന്നതോ ഓഹരി കൊടുക്കുന്നതോ 10 ഒട്ടകത്തെ പിടിച്ച് കൊടുക്കുന്നതോ ഒന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോകുമോ? അവിടെ എഴുതിയിരിക്കുന്ന ഹൃദയം കൊണ്ട് ത്യജിച്ച് കളയുമോ എന്ന് വിചാരിച്ച്. ഹൃദയം കൊണ്ട് ത്യജിക്കുക. ഈ വാക്ക് പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് തള്ളിപ്പറഞ്ഞ് നമുക്ക് എങ്ങനെയും കൊണ്ടുവരാം. പക്ഷെ ഹൃദയം കൊണ്ട് യേശുവിനെ ഉപേക്ഷിക്കുക, ഹൃദയം കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുക എന്ന് പറയുന്ന ആളിനെ പിടിക്കാൻ പാടാണ്. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമേ വെളിപ്പെടുകയുള്ളൂ. നമ്മുടെ ഓരോ പേരൻസും ഓരോ മാതാപിതാക്കളും ജീവിതത്തിൽ ചെയ്യേണ്ട അതിപ്രധാനമായൊരു കാര്യമാണ് ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ സ്കൂളിൽ പോകുമ്പോൾ, അവർ ജോലിക്ക് പോകുമ്പോൾ, ഇനി വിവാഹം കഴിച്ച് മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ഇരിക്കുന്ന വീട്ടിൽ ഇരുന്നു കൊണ്ട് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, എൻ്റെ കുഞ്ഞ് യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞ് അമ്മേൻ അവൻ്റെ ജോലി യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടും, യേശുവിനാൽ എൻ്റെ തലമുറയ്ക്ക് ഉയർച്ചയുണ്ടാകും, യേശുവിനാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലമുറ ജനിക്കും എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചൊരു 2 വട്ടം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 4-ാം വട്ടം ഒരു അനുഗ്രഹം നമ്മുടെ തലമുറയിൽ വരുമെന്ന് അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരെന്തിയേ? കുഞ്ഞെന്തിയേ? കരയുവാണോ? കുഴപ്പമില്ല. ആമേൻ. മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയാം, ഒരു പക്ഷേ ഒരു വലിയ സമ്പാദ്യം ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും, വലിയ കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലെങ്കിലും, ഈ കിട്ടിയ ചെറിയ ആ ടൈം പീരീഡിൽ യേശുവിനെ കൊടുക്കാൻ എന്ത് ചെയ്യരുത്? മറക്കരുത്. യേശുവാണ് എല്ലാം തരുന്നതെന്ന് പറയണം. സ്തോത്രം. യേശുവാണ് തരുന്നത്. എൻ്റെ ഇളയ മോനെ ഒരിക്കൽ ചോദിച്ചു, എന്നോടൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ കാശില്ലെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ എന്തില്ല? കാശില്ല. കാശില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ എടുത്ത വായിക്കാനോട് പറഞ്ഞത് ATM ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? ATM ഞാൻ പറയടാ, ATM ഞാൻ ഇട്ടാലല്ലേ എനിക്ക് എടുക്കാൻ പറ്റൂ, അത് യേശു ഇട്ടിട്ടുണ്ടെന്ന്. എൻ്റെ മോന് നിങ്ങൾക്കറിയാമല്ലോ, അവനത് പറയണമെങ്കിൽ അവൻ്റെ ഉള്ളിനകത്ത് ഒരു ധാരണ വന്നു. ഇടുന്നതും കഴിക്കുന്നതും നടക്കുന്നതും പഠിക്കുന്നതും എല്ലാം യേശുവാണ്. ആ ഹൃദയത്തിനകത്ത് ആ ചിന്ത വന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത് പറ, യേശു തരുമെന്ന് പറ, യേശു നടത്തുമെന്ന് പറ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതാ, ഞാൻ എഴുതിയ 4ാമത്തെ പാട്ടിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ അനിൽ അടൂര് പാട്ട് പാടി. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ +2 പഠിക്കുന്ന കുഞ്ഞ് ആ പാട്ടിന് കീബോർഡ് വായിക്കാൻ വേണ്ടി വന്നു. +2 പഠിക്കുന്നവനാ. അപ്പം ഞങ്ങൾ ഹർത്താലാന്ന് അന്ന്, അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ഏത്തക്കായും ബിസ്ക്കറ്റും വെള്ളമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. ഇത് ഞങ്ങൾ പകുത്തിട്ട് ആ പാറയുടെ മേളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ഇവനിത് കൊടുത്തിട്ട് ഇവൻ വാങ്ങിച്ചില്ല. ഞാൻ ചോദിച്ചത്, എന്താ നീ കഴിക്കാത്ത ഇഷ്ടമല്ലേ? അപ്പോൾ അവൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത്, പാസ്റ്റർ അനിൽ അടൂര് പറഞ്ഞത്, പാസ്റ്റർ അവൻ 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിലാണ്. ഞാൻ ചോദിച്ചത്, എന്തിനാ ഈ പ്രായത്തിൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുന്നേ? പെട്ടെന്ന് കിട്ടിയ ആൻസർ, ഈ വർഷം അവൻ്റെ പഠനം അവസാനിക്കും, ഫർദർ സ്റ്റഡീസ് എന്ത് ചെയ്യണമെന്ന് അവൻ യേശുവിനോട് ചോദിക്കുകയാണ്. 18ാമത്തെ ദിവസമാണ് കീബോർഡ് വായിക്കാൻ വന്നേ. ഞാൻ ഇന്ന് രാവിലെ ആത്മായി പറയാം, നാം ആ പത്തി ഉപദേശത്തിൽ വളർത്തിയാൽ, ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ, ചോദിക്കുന്നത് പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കാതെ
ഒന്ന് പെൻഡിങ് ഇട്ട് യേശുവിനോട് ചോദിക്കെന്ന് പറയാൻ നമുക്ക് തയ്യാറാണെങ്കിൽ അവർക്ക് അതറിയാം, യേശു നമുക്ക് വേണ്ടി തരുമെന്ന്. ഞാൻ ഇന്ന് രാവിലെ ആത്മാവെ പറയാം, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ കർത്താവ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവിൻ, അവരെ തടുക്കരുതെന്ന് പറഞ്ഞ കർത്താവ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ നമുക്ക് വേണ്ടി സകലതും ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. എത്രയൊക്കെ സന്തോഷമുണ്ട്. നമുക്ക് വേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ വേണ്ടത്, ജനിച്ച കുഞ്ഞുങ്ങൾക്ക്, ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി അഭിവൃദ്ധിയോടുകൂടെ സകലതും ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഇനി അത് നമ്മൾ പിടിച്ചെടുത്താൽ മതി, അത് നമ്മൾ വാങ്ങിച്ചാൽ മതി, അതിനായി മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സമയം സഹോദരൻ ഒരു പാട്ട് പാടുമ്പോൾ ആ കുഞ്ഞുമായിട്ട് നിങ്ങൾ ഈ പുൽപ്പിറ്റിൻ്റെ ഇടത് സൈഡിൽ മാതാപിതാക്കൾ വന്നു നിന്നാട്ടെ. ചെയ്തിടുന്നു സ്നേഹത്തോടെ ഞാൻ സർവ്വം യേശുനാഥനാം സമർപ്പണം ചെയ്തിടുന്നു സ്നേഹത്തോടെ ഞാൻ. നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാതാപിതാക്കളായ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ കുഞ്ഞിനെ ദൈവസന്നിധി കൊണ്ടുവന്നിരിക്കുക. നിങ്ങൾ കൊണ്ടെത്തിച്ചത് നിങ്ങളുടെ വെല്ലിപ്പിച്ചൻ്റെ അടുക്കലോ വെല്ലുമ്പിച്ചയുടെ അടുക്കലോ നിങ്ങളുടെ ചർച്ചക്കാരുടെ മുമ്പിലോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഭയുടെ മുമ്പിലോ അല്ല ഈ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുവന്നേ. സാക്ഷാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗ ഉന്നതികളെ വെടിഞ്ഞ് താണ ഭൂമിയിൽ വന്ന് കന്യകയിൽ ജനനമെടുത്ത് 30 നാളുകൾ മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്ന് 30-ാമത്തെ വയസ്സിൽ ജോർദാനിൽ സ്നാനപ്പെട്ട് അതിനുശേഷമായി മരുഭൂമിയിലേക്ക് പോയി 40 നാളുകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷ കൈവാങ്ങി കാനാവിലെ കല്യാണത്തിന് ആദ്യത്തെ ശുശ്രൂഷ ചെയ്ത് 3.5 വർഷം ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച ആമേൻ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ അടുക്കലാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവ് ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളും ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരും ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. ഞാനൊരു കാര്യം കൂടെ ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കാം. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന പൊസിഷനുകളിൽ, നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന അഭിവൃദ്ധിക്കകത്ത് നിങ്ങൾ നല്ല തിരക്കുള്ളവരാണ്, നല്ല ജോലി തിരക്കും കാര്യങ്ങളുള്ളവരാണ്. പക്ഷേ കുഞ്ഞിനെ പത്യോപദേശത്തിൽ വളർത്തുവാനും പോകുന്ന സഭയിൽ കുഞ്ഞിനെ സൺഡേ സ്കൂളിന് അയക്കാനും ദൈവവചനം പഠിപ്പിക്കാനും നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. ഈ കാലഘട്ടത്തിൽ ഇന്ന് കൊടുക്കുന്ന ആ ദൈവിക വചനം, ഇന്ന് കൊടുക്കുന്ന ആ ഉപദേശം, പത്യോപദേശം, അതവൻ്റെ ജീവകാലം മുഴുവനും അവൻ എത്ര കാലം ഈ ഭൂമി ജീവിച്ചിരിക്കുമോ അത്രയും കാലം അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുവാൻ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചതുപോലെ അവൻ എബ്രായ കുടുംബത്തിൽ ജനിച്ച മോശയെ അമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തലയിൽ തട്ടി, തോളെ തട്ടി, തലയെ തലോടി പറയും, മോനെ നീ ഒരു എബ്രായനാണ്, നീ ഒരു എബ്രായനാണ്. അത് കേട്ട് വളർന്ന ഈ മോശ 40 വയസ്സ് തികഞ്ഞപ്പോൾ എബ്രായനായ മോശ ഒരു മിസ്രൈമിനെ തല്ലിക്കൊന്നു. എന്നാൽ എബ്രായനായി അവൻ പുറത്തു വന്നു. ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തിൽ പറയാം, നിങ്ങൾ ഇന്ന് ഈ നാളുകളിൽ ഓതിക്കൊടുക്കുന്ന വാക്കുകളാണ് ഈ കുഞ്ഞു നാളെ അത് ബിഹേവ് ചെയ്യാൻ പോകുന്നത്, അത് അമ്മ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ കുഞ്ഞിനെ നിങ്ങൾ പത്യോപദേശത്തിൽ വളർത്തി ദൈവവചനം ഓരോ ദിവസവും പഠിപ്പിച്ച് നല്ല പാട്ടുകൾ പഠിപ്പിച്ച് അവരെ പത്യ ഉപദേശത്തിലും ആത്മീയ വർധനവിനും കാരണമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഞാൻ നിങ്ങൾക്കൊരു ആശംസ വാക്ക് പറയാം. ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു ഹെഡേക്ക് ആകത്തില്ല, ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു തലവേദനയാകത്തില്ല, ഈ കുഞ്ഞ് നിങ്ങൾക്ക് ഒരു ഭാരമാകത്തില്ല. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് തലമുറകളെ ശാസിക്കാനോ അവരെ ഉപദേശിക്കാനോ നമുക്ക് പറ്റാത്തൊരു കാലഘട്ടത്തിലാണ്. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശാസിക്കണം, നിങ്ങളുടെ കുഞ്ഞിനെ ആമൻ ശിക്ഷിക്കണം. അപ്പൻ ആമൻ കുഞ്ഞിനെ ശിക്ഷിക്കുന്നെങ്കിൽ ആ അപ്പൻ്റെ സ്നേഹം അത്ര വലുതാണ്. തീർച്ചയായും അങ്ങനെയുള്ള നിലയിൽ ഈ കുഞ്ഞിനെ വളർത്തുവാൻ ദൈവം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൈ വരുമോ? ഹല്ലേലൂയ ജീസസ്. വന്നേ.
ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ സഭ ഒരുമിച്ച് കരം നീട്ടി ദൈവദാസന്മാർ ഉൾപ്പെടെ ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമുക്ക് ദാനം തന്ന കുഞ്ഞിനെ കർത്താവിൻ്റെ കയ്യിൽ തിരിച്ച് നമ്മൾ സമർപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിനെ അവൻ്റെ അമ്മയും അപ്പനും ആമൻ ആലയത്തിൽ കൊണ്ടുവന്ന് ആമൻ സമർപ്പിച്ചപ്പോൾ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഈ കുഞ്ഞിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ഇവന്റെ പത്യോപദേശത്തില് ജ്ഞാനത്തോടും കൃപയോടും ശാമുവേൽ ബാലന് വളർന്നോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു എന്ന് വായിക്കുന്ന പോലെ പെട്ടകത്തോട് ചേർന്ന് കിടക്കാൻ, വിളക്കണയുന്നതിന് മുമ്പ് പെട്ടകത്തോട് ചേർന്ന് കിടക്കാനുള്ള കൃപാവരങ്ങൾ പ്രാപിക്കുന്ന, അഭിഷേകം വഹിക്കുന്ന, ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു തലമുറയായി ഇവൻ വർദ്ധിച്ചു വരേണ്ടതിന് ഇവന്റെ ഭവനത്തിനൊരു അഭിമാനമാകട്ടെ, ഇവൻ ചെന്ന് കയറുന്ന സ്ഥലത്തൊരു അഭിമാനമാകട്ടെ, ഇവനായിരിക്കുന്ന രാജ്യത്ത്, ഇവൻ പഠിക്കാൻ പോകുന്ന സ്കൂളില് ഇവനൊരു അഭിമാനമാകട്ടെ. ഏറിയ ബുദ്ധി, ജ്ഞാനം, കൃപ എല്ലാം സ്വർഗത്തിൽ നിന്ന് ദൈവം ദാനം കൊടുക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ ഒബേദിന് വേണ്ടി ജീവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം കൊടുത്ത ഈ പൈതൽ പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് തന്ന ദാനത്തെ ഒന്ന് തൊട്ട് അങ്ങ് അനുഗ്രഹിക്കാൻ, അങ്ങയുടെ കര ഒന്ന് ഇവന്റെ മേൽ വെക്കാൻ അപ്പച്ചൻ്റെ കയ്യിലേക്ക് ഞാൻ ഇന്ന് രാത്രി തിരികെ തരുന്നു. ഇതിനെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണമേ. ഇവൻ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ല സൗന്ദര്യം കൊടുക്കട്ടെ, രാജ്യങ്ങളുടെ നന്മ കൊടുക്കട്ടെ, നല്ല ഭാഷകൾ കൊടുക്കട്ടെ, പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവനായി ദൈവനെ മാനിക്കട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവനെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ ഈ വാത്സല്യ മകൻ ജോനാഥാൻ ഒബേദ് എന്ന് അറിയപ്പെടും. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു പക്ഷേ അവിചാരിതം തോന്നാം, പക്ഷെ തന്നെ പ്രകാരം വാഗ്ദത്തപ്രകാരം പ്രിയപ്പെട്ടവരും രാജ്യത്തുനിന്ന് ഇവിടെ കടന്നു വരുവാൻ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ അനുഗ്രഹമായ കുഞ്ഞിന് ഒരു പ്രതിഷ്ഠ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് തലമുറകളെ തന്ന നന്മയ്ക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ ഇന്നയോളം കൂടെ ഇരുന്ന് ദൈവം പരിപാലിച്ച അവിടുത്തെ എല്ലാ വിശ്വസ്തതയ്ക്കായും ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കരവിരുതോ, ഞങ്ങളുടെ സാമർഥ്യമോ, ഞങ്ങളുടെ ബുദ്ധിയുടെ വൈഭവമോ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി ഞങ്ങളെ പരിപാലിച്ച അങ്ങയുടെ എല്ലാ വിശ്വസ്തതയ്ക്കായും ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ കുടുംബം സ്വർഗത്തിലും ഭൂമിയിലും ഒരനുഗ്രഹമായി മാറട്ടെ. അവയെ പ്രിയ പൈതലിനെ വിശേഷാൽ ഞങ്ങളങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. അവൻ അനേകർക്ക് ഒരു അനുഗ്രഹമാകട്ടെ, അവർക്ക് അനേകർക്ക് ഒരു ആശ്വാസമായി മാറട്ടെ. കർത്താവേ, ഇന്ന് രാത്രി നല്ല നന്മയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഈ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കാൻ ഞങ്ങളുടെ ഭൃത്യന്മാരെ ബലപ്പെടുത്താനായി സ്തോത്രം. ഈ ആലയത്തിൽ തന്ന ആത്മസാന്നിധ്യത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. കൂടി വരുവാൻ, സന്തോഷിപ്പാൻ ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. തുടർന്ന് അങ്ങയുടെ കൃപ സാന്നിധ്യം കൂടെ ഇരുന്ന് സ്വർഗമനുഗ്രഹം മാതാപിതാക്കൾക്കായി സ്തോത്രം. ഈ സന്തോഷം പങ്കിടുവാൻ അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് കൂടെയും തിരുനാമഹത്വം എടുക്കണം, കൃപയിൽ പിന്നെയും മറക്കണം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു കർത്താവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ പിതാവേ. നമുക്ക് അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ മുമ്പോട്ട് കടന്നു വന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച ആശീർവാദം പറയും. സമയം തന്നതിന് നന്ദിയുടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിൽ ഇരിക്കാൻ കൃപ തന്നതിന് നന്ദിയുടെ സ്തോത്രം. കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ നടത്തുന്നതിന് നന്ദിയുടെ സ്തോത്രം. കർത്താവ് ഇന്ന് അബേദിന്റെ ചൈൽഡ് ഡെഡിക്കേഷന് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേഷൻ ചെയ്ത് കർത്താവിന്റെ കൃപയിൽ കർത്താവെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നതിന് നന്ദിയുടെ സ്തോത്രം. അവർക്ക് കർത്താവെ വേണ്ടിയ കൃപാവരവും കർത്താവെ അവർക്ക് വേണ്ടിയ ബുദ്ധിശക്തിയും വിസ്ഡവും എല്ലാം അവിടുന്ന് കൊടുക്കണേ. കൊച്ചിനെ വളർത്താനുള്ള എല്ലാ കഴിവും കൃപയും കൊടുക്കണേ. എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് കൊടുക്കുന്നതിന് നന്ദിയുടെ സ്തോത്രം.
ഞങ്ങളുടെ സഭയെ കർത്താവെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് അങ്ങയുടെ സ്തോത്രം. ഞങ്ങളുടെ പാസ്റ്ററിനെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്നു, ഫാമിലിയെ ഏൽപ്പിക്കുന്നു. കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണേ താവേ. ഞങ്ങളുടെ കൂടെയുള്ളതുകൊണ്ട് നന്ദിയുടെ സ്തോത്രം. എല്ലാം കർത്താവിൻ്റെ വില്ലിൽ കർത്താവെ ഞങ്ങളെ കർത്താവിൻ്റെ വിൽ പ്രകാരം നടത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ, സഹായിക്കണേ. കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു, കൂടിയിരിക്കണേ, സഹായിക്കണേ. കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരെ യഹോവായി മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നത വന്ദനം നിനക്ക്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച വാത്സല്യ പൈതലിന്റെ മേലും അവരുടെ പേരൻസിന്റെ മേലും കുടുംബങ്ങളുടെ മേലും ഈ സഭയുടെ മേലും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹം ഉണ്ടായിരിക്കുമാറാകട്ടെ. ചെയ്യാൻ തന്ന കർത്താവിന് ശബ്ദവും കരവും ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബലത്തോടെ കടന്നു പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. വന്നവർക്കെല്ലാം പുറത്ത് ഫുഡ് തയ്യാറാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട് മാത്രമേ പോകാവൂ. വാഹനമില്ലാത്തവരെ ഭവനത്തെ കൊണ്ടെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യണം, നിങ്ങളെ കൊണ്ടുവിടുന്നതായിരിക്കും. ദൈവം